ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം ബാക്ക് വിത്ത് അഞ്ചർ വ്ളോഗ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റഡി വ്ളോഗ് ആസ് എ +1 സ്റ്റുഡൻ്റ് ആണ്. പിന്നെ എന്നോട് കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഞാൻ ഏത് സ്ട്രീമാണ് എടുത്തിട്ടുള്ളതെന്ന്. ഞാൻ എടുത്തിട്ടുള്ളത് സയൻസാണ്, ബയോ സയൻസ്. സോ ഞാൻ വെക്കേഷന് കുറച്ചൊക്കെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും ഇങ്ങനെ ഒരു റുട്ടീൻ വെച്ച് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് പോകണം അങ്ങനെയൊന്നുമല്ല. പഠിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പഠിക്കും, ഇല്ലെങ്കിൽ പഠിക്കാറില്ല. ഞാൻ പിന്നെ വളരെ കുറച്ച് ദിവസമേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം ഇനി സ്കൂൾ പറഞ്ഞാൽ എപ്പോഴും പഠിപ്പ് എന്നായിരിക്കുമല്ലോ വിചാരം. സോ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടില്ല. എനിക്ക് എപ്പോഴെങ്കിലും പഠിക്കാൻ തോന്നുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കും. ഞാൻ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു മാത്സിൻ്റെ സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ എന്നോട് എത്ര ചാപ്റ്റർ കവർ ചെയ്തെന്ന് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ചാപ്റ്റർ പോലും കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടില്ല. ഞാൻ മാത്സും ബയോളജിയും മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ചാപ്റ്റർ. ബാക്കി മൊത്തം ഞാൻ ബ്രിഡ്ജ് കോഴ്സ് കാണുമായിരുന്നു മെയിൻ പരിപാടി. പിന്നെ ആരോ 2-3 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ട്യൂഷന് പോകുന്നുണ്ടോയെന്ന്. ഞാൻ ഓഫ്ലൈൻ ട്യൂഷൻ എന്തായാലും ചൂസ് ചെയ്യുന്നില്ല. പിന്നെ എക്സാമിനൻ്റെ അഗ്നി ബാച്ചിൽ ചേരുന്നുണ്ടോയെന്നും ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേരണം, സ്കൂൾ തുറന്നിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞ് ചേരാമെന്ന് ഓർക്കുന്നു. അപ്പം നിങ്ങൾ എന്തെങ്കിലും പെയ്ഡ് ബാച്ചസിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ അതോ ട്യൂഷനാണോ പോകുന്നത്? അത് നിങ്ങളെക്കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. യൂട്യൂബും കൂടെ മതി എന്നാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കൊരു ടൈം ലാപ്സ് കാണാം. ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടാൻ ഇത്ര ലേറ്റ് ആവുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു ചേച്ചീൻ്റെ കയ്യിൽ നിന്ന് ടെക്സ്റ്റ് ബുക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മലയാളം ഒഴിച്ച എല്ലാ ടെക്സ്റ്റ് ബുക്കും കിട്ടിയായിരുന്നു. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മലയാളമാണ് കേട്ടോ ചൂസ് ചെയ്തത്. ഞാൻ പിന്നെ ബയോളജിയും കെമിസ്ട്രിയും മാത്സും മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. വേറൊരു വിഷയവും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ബയോളജിയും മാത്സും ചാപ്റ്റേഴ്സിലേക്ക് കയറി. കെമിസ്ട്രി ഞാനൊരു ബ്രിഡ്ജ് കോഴ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പഠിക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ട്രാക്കിൽ പഴയതുപോലെ കയറണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായി. സോ ഞാൻ സ്ലോലി ആ ഒരു പഴയ റുട്ടീനിലേക്ക് ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. കുറച്ച് നേരത്തെ എണീക്കുന്ന സ്വഭാവമാണെങ്കിലും കുറച്ച് നേരത്തെ കിടക്കുന്നതും. ഞാൻ ഏർലി ബേർഡാണ്. സോ എനിക്ക് രാത്രി നേരത്തെ കിടന്ന് ശീലിച്ചാൽ മാത്രമേ രാവിലെ നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ. സോ എനിക്ക് രാവിലെ എണീറ്റ് പഠിക്കുന്നതാണ് കൂടുതലിഷ്ടം. ഇപ്പോൾ കുറച്ചുകൂടെ നേരത്തെ എണീക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഈ സ്കൂൾ തുറക്കാൻ വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ ക്ലാസ് കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ 10th അങ്ങനെ അധികം നോട്ട് എഴുതാറില്ല. ചില കോൺസെപ്റ്റ്സ് മനസ്സിലാവാതെ വരുമ്പോൾ മാത്രം നോട്ട് എഴുതി അത് കാണാതെ പഠിക്കാറുണ്ട്. കാരണം സ്കൂളിൽ നിന്ന് നോട്ട് തരാറുണ്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഞാൻ പഠിക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. പക്ഷേ എനിക്ക് +1 വന്നപ്പം ഇത്രയും കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വൺ ഓഫ് ദി എഫക്റ്റീവ് മെത്തേഡ്. നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ കോൺസെപ്റ്റ് കുറച്ചുകൂടി ഈസി ആയിട്ട് ഓർത്തിരിക്കാനും പറ്റും. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റിനും സ്പേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയി പോകും. ഷോർട്ട് വ്ളോഗാണ്, പക്ഷേ ഇനി വരുന്ന സ്റ്റഡി വ്ളോഗ്സൊക്കെ ഞാൻ അത്യാവശ്യം ലെങ്തി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക കേട്ടോ. സോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ബെല്ലൈക്കണിൽ ഓളെന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ നമ്മൾ സ്റ്റഡി വ്ളോഗ്സിന് കൂടെ തന്നെ സ്റ്റഡി ഷോർട്സൊക്കെ ഇടാറുണ്ട്. സോ നിങ്ങൾ ഷോർട്സ് പേജും ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷനായിട്ടുള്ള വീഡിയോസൊക്കെ കാണാം. സോ ബൈ, സീ ഇൻ നെക്സ്റ്റ് വീഡിയോ.